പണ്ട് ഞാനൊക്കെ ജിമ്മിൽ ചേരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു മസിൽ ബിൽഡിങ് നടന്നാൽ മാത്രം പോരാ, പക്ഷെ വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒന്ന് ഓടാനെങ്കിലും ശ്രമിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. കൂടുതൽ ഫാറ്റ് ശരീരത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ കൊണ്ട് വലിയ ഉപകാരമില്ല. എന്നിരുന്നാലും നമ്മൾ അതിനെ എതിർത്ത് പറയാത്ത അതെങ്കിലും അവർ ചെയ്യും. പ്രണയ നൈരാശ്യം കൊണ്ടൊക്കെ കുറേ പേര് ജിമ്മിൽ വരാറുണ്ട്. ഞാൻ എന്താ ചെയ്യുക, ആകെ മാനസികമായിട്ട് ഞാൻ തളർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നീ വാ, നമുക്കതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇന്ന് എൻ്റെ ജിമ്മിൽ 7 മണിയാകുമ്പോൾ ആൾ വരുന്നുണ്ട്. ആളെന്ത് ഓക്കെയാണ്. ജിമ്മിൽ പോകുന്ന സ്ത്രീകൾക്ക് മസിൽ ബിൽഡിംഗ് ഇല്ല. ഈസ്ട്രോജൻ ഹോർമോൺ അവരുടെ ശരീരത്തിൽ കൂടുതലുള്ളതുകൊണ്ടാണ് സ്ത്രീകൾ അത് സിന്തറ്റിക് ഹോർമോൺ കുത്തി വെക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ ഗോളുണ്ട്. അവർ ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം അവരുടെ സ്ട്രെങ്ത് എങ്ങനെ നോക്കിയിട്ട് അവരുടെ രീതി എങ്ങനെ നോക്കിയിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാത്ത രീതിയിൽ നമ്മൾ വർക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. ചാടേണ്ട ആൾ മാത്രമേ ചാടാൻ പാടുള്ളൂ, ഓടേണ്ട ആൾ മാത്രമേ ഓടാൻ പാടുള്ളൂ. ഞാനെപ്പോഴും പറയാറ്, കൃത്യമായിട്ടുള്ളൊരു വ്യായാമമല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കലാണ് ഉചിതം. സ്പോട്ട് ഡിഡക്ഷൻ എന്നുള്ളൊരു സംഭവം ഇല്ല. ഓൾ ബോഡി ഫാറ്റാണ് ഈ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാനതല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കൂട്ടമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ കാണാം, ആരോഗ്യ കൂട്ടായ്മ. കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാകൂ എന്നുള്ളത്. പക്ഷേ കൃത്യമായി എങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. പലരും എന്താ ചെയ്യുക, ആദ്യം നേരെ പോയി ജിമ്മിൽ ജോയിൻ ചെയ്യും, അവിടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇതിൻ്റെ പുറകിലുണ്ടാകും. അപ്പോൾ ഈ ഫിറ്റ്നസ്സും ബോഡി ബിൽഡിങ്ങും ഒക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഇതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളൊരു ഗസ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷനിസ്റ്റും ഫിറ്റ്നസ് ട്രെയിനറും മോട്ടിവേറ്ററുമായ സമീർ വല്ലാഞ്ചിറയാണ്. സമീർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ സമീറ, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഒരു ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു വ്യക്തി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ആദ്യമേ കയറിയിട്ട് മറ്റേ ട്രെഡ്മില്ലിൽ കയറുക, മറ്റേ സംഭവം എടുക്കുക, ഇതൊന്നും അങ്ങനെയൊന്നും ആവില്ലായിരിക്കും. നിങ്ങൾക്കറിയാം, ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഫിറ്റ്നസ് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ പലരും ആരോഗ്യപരമായിട്ട് ചിന്തയുള്ളവരാണ്. പക്ഷേ ചില ആളുകളൊക്കെ വരുന്നത് ഒരു ഫാഷൻ എന്നുള്ള രീതിയിലാണ്. ശരീരം ഇന്ന രീതിയിൽ മാറ്റണം, ഇനി ഒരു കല്യാണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന രീതിയിലൊക്കെയാണ് ചിലർ ജിമ്മിലൊക്കെ വരാറ്. സ്ത്രീകൾ അധികം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകൾ വരുന്നത് ഇതുപോലെ തന്നെ വെയിറ്റ് ലോസ് എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. സ്ത്രീകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടാണ് പിന്നീട് ഫിറ്റ്നസ് സെൻ്ററിൽ എത്തുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. അപ്പോൾ ഫിറ്റ്നസ് സെൻ്റർ വരുന്ന വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്ന ആദ്യ ചോദ്യം, നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളതാണ്. അവർ പറയും ശരീരം ഷേപ്പാവുക, ചിലർ പറയും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വന്നതാണ്, അതൊന്ന് കുറച്ച് തരാൻ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളൊരു 20 മിനിറ്റ് ക്ലാസ് അവർക്ക് കൊടുക്കും, ഏത് രീതിയിലാണ് പോകേണ്ടത്. കാരണം ഈ കാലഘട്ടത്തിൽ തെറ്റിദ്ധാരണകൾ കൂടുതലാണ്. ഭാരം കുറഞ്ഞാൽ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതി ആയി എന്നുള്ളതാണ് പലരുടെയും തെറ്റിദ്ധാരണ. നമ്മുടെ നാട്ടിൽ മെലിഞ്ഞ എത്ര പേരുണ്ട് രോഗികൾ, അല്ലേ? അപ്പം ആ രീതിയിൽ ഭാരം കുറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. പക്ഷേ ഈ ഒരു തിങ്കിങ്ങോടെ ജിമ്മിൽ വരുന്ന ആളുകളെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം അവരോട് പറയാണ്, ഭാരം കുറയൽ മാത്രമല്ല ആരോഗ്യം, കുറേ അധികം പ്രയോജനങ്ങൾ നമുക്ക് വർക്കൗട്ടിലൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർ പറയും ഞങ്ങൾക്ക് ഭാരം കുറഞ്ഞാൽ മതി. അതാണ് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യ സമയത്ത് ഒരു 20 മിനിറ്റ് ക്ലാസ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ ക്ലാസ്സിലൂടെ കുറേയൊക്കെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. പിന്നീട് ഓരോ വർക്കൗട്ടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ചിലരുടെ വിചാരം ഫിറ്റ്നസ് സെന്റർ വരുന്നത് ഒരു മസിൽ ബിൽഡിങ്ങിന് മാത്രമാണെന്നുള്ള ചിന്തയുള്ളവർക്കുണ്ട്. ജിമ്മെന്ന് കുറിച്ച് ചേച്ചിയുടെ മനസ്സിൽ എന്താണ്? ആദ്യം അങ്ങനെയായിരുന്നു, കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു, ഭയങ്കര പെരുപ്പിച്ച് എല്ലാവരെയും നമ്മൾ പ്രത്യേകിച്ച് ജെൻസിനെയൊക്കെ കാണുമ്പോൾ ഇതുവരെയുള്ള കൈയും അങ്ങനെ മസിലൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതിലൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. അവർക്ക് എത്രത്തോളം ആരോഗ്യമായിട്ട് അവരിയ്ക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയുണ്ടാവില്ല. പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, നമുക്കറിയില്ല. എന്നാലും പക്ഷെ ഇപ്പോൾ ഒക്കെ മാറിയിട്ടുണ്ട്. പിള്ളേരൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വരണേന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതെ അതെ, ഈ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ ജിമ്മിൽ ചേരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു മസിൽ ബിൽഡിങ്.
അത് മസിൽ ബിൽഡ് ചെയ്തുകൊണ്ട് നടക്കുക എന്നുള്ള രീതി. ആ സമയത്തൊക്കെ ശ്വാസം പിടിച്ചൊക്കെ നടക്കാറുണ്ട്. കാരണം എന്താണ്, എല്ലാവരും ആ ഒരു ചിന്തയിൽ മാത്രമേ പോവാറുള്ളൂ. എന്നാൽ അന്നത്തെ കാലത്ത് ട്രെയിനർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, കാരണം കോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് കേരള ഗവൺമെന്റ് തന്നെ ഇതിന് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തി ഫിറ്റ്നസ് സെന്ററിൽ വരികയാണെങ്കിലും അവർക്ക് ഡിഫറെന്റ് രീതിയിലുള്ള, അവർക്ക് വേണ്ട രീതിയിലുള്ള വർക്കൗട്ടുകൾ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ ട്രെയിനേഴ്സിന് സാധിക്കാറുണ്ട്. ഓരോരുത്തർ ചെയ്യണ കാണുമ്പോൾ പറയാം അതെന്താ എനിക്ക് പറ്റില്ലേ, ഇതെന്താ ഞാൻ ചെയ്താൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അവര് തിങ്ക് ചെയ്യുന്നത്, അതായത് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റൂൾസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പോൾ ബൈസെപ്സിന് അടിക്കുകയാണെങ്കിൽ ഒരു വെയിറ്റ് എടുത്ത് അടിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും റൂൾസ് ഉണ്ട്. ഇപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, ചേച്ചി ഒരു റൂൾസിലാണ് പോകുന്നത് അല്ലേ? അതുപോലെ നമ്മൾ ഈ ലോകത്ത് ഓരോ പ്രവൃത്തിക്കും ഓരോ റൂൾസ് ഉണ്ട്. ഇപ്പൊ ജിമ്മിൽ വരുമ്പോൾ നമ്മൾ പടിപടിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടോ അതും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് വർക്കൗട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വർക്കൗട്ടുകൾ നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതാണ് ഓരോരുത്തരുടെ ഫിറ്റ്നസ് കണ്ടിട്ട് അതേമാതിരി ചെയ്യാന്ന് പറയുന്നത് നടക്കൂല അല്ലേ അവിടെ വന്നേ? അത് ശരിയല്ല. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്ത ആളുകൾക്ക് പിന്നീട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയിട്ട് അതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ചിലതൊക്കെ ശരിയാണ്, ചിലത് ശരിയല്ല. പക്ഷെ അത് ഇവർക്ക് അറിയില്ല. എത്ര മണിക്കൂറാണ് ഒരു ജിമ്മിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്? ഡിപ്പെൻഡ്സ് അപ്പോൺ ആണോ? ഏകദേശം 45 1 hour മാക്സിമം. മാക്സിമം ആ ഒരു രീതിയിൽ പോയാൽ മതി. പക്ഷെ ചിലരൊക്കെ എന്ത് ചെയ്യും, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ലീവാണെങ്കിൽ ആ ഒരു സമയം വരെ പിറ്റേ ദിവസം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതായത് 1 മണിക്കൂർ ഏറി വന്ന ഒരു 1.25 മണിക്കൂറൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലരെന്ത് ചെയ്യും 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ചില ബോഡി ബിൽഡർമാരൊക്കെ പണ്ടുള്ള കാലത്ത് 3-3.5 മണിക്കൂറൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഇതൊക്കെ മാസികയിലൊക്കെ വായിച്ചിട്ടാണ് ഇവർ വരാറ്. അപ്പൊ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ വെറും ഒരു ബോഡി ബിൽഡറാണ്. അവർക്ക് വീട്ടിലെ കാര്യമൊന്നും ചിലപ്പം നോക്കേണ്ടി വരില്ല. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിലുള്ള ക്യാഷ് കാര്യങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉയർന്ന ആളുകളായിരിക്കും അവരൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഒരു 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയാൽ പോഷകാഹാരങ്ങൾ വരെ ഉണ്ടാവില്ല. അത് നമുക്ക് പിന്നീട് തിരിച്ചടിയാണ് നൽകുന്നത്. ശരിക്കും ജിമ്മിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായ ഫാറ്റിനെ ബേൺ ചെയ്യുക എന്നുള്ളത്, അതാണോ അതിന്റെ ഒരു ശരിയായ ശാസ്ത്രീയമായ വശം എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ അതേക്കുറിച്ച് പറയുമ്പോൾ ആധുനിക കാലത്തൊക്കെ നമ്മളൊക്കെ മനുഷ്യർ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇപ്പൊ അവർ വേട്ടയാടാൻ പോവുകയാണ്. ചിലപ്പം കിട്ടും, ചിലപ്പോൾ മൃഗങ്ങളെ കിട്ടൂല. അപ്പൊ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരെന്ത് ചെയ്യും, അതിനെ ഭക്ഷിക്കും. അപ്പൊ ശരീരം ചെയ്തിരുന്ന ഒരു പ്രോസസ്സാണെന്ത്, ഈ ഫാറ്റിനെ പിന്നീട് ഭക്ഷണം എപ്പോഴാ കഴിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫാറ്റിന് എന്ത് ചെയ്യും, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു വെക്കും. ഇപ്പോൾ രാവിലെ ഭക്ഷിച്ച അവര് പിന്നീട് ചിലപ്പം കഴിക്കുന്നത് പിറ്റേന്ന് രാവിലെ ആയിരിക്കും. അതുവരെ അവർക്ക് ദൈനംദിന പ്രവർത്തികൾ ചെയ്യണം. അതിനൊക്കെയാണ് ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തു വെക്കുന്നത്. അത് ആദ്യം ഗ്ലൈക്കജൻ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പുറം തള്ളപ്പെടും. എക്സസ് വരുന്നത് ഫാറ്റായി കൺവേർട്ടായി നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, വേട്ടയാടൽ ഇല്ല, അത് വേറെ കാര്യം. പിന്നെ രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, വൈകുന്നേരം കഴിക്കുന്നു, എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞാൽ ഒരു പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ വീണ്ടും പോയി കഴിക്കുന്നു. അപ്പം മധുരം എണ്ണയും റൈസൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇത്ര അധികം കുന്നുകൂടിയിട്ട് ഒരു വർക്കും ചെയ്യാത്ത ആളുകൾ, അല്ലെ, ശാരീരികമായിട്ട് ഒരു കഠിനാധ്വാനം ചെയ്യാത്ത ആളുകളാണ് കൂടുതൽ. അപ്പൊ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. അപ്പൊ വ്യായാമം ഇന്നത്തെ കാലത്ത് ഭക്ഷണം കഴിക്കും പോലെ നമ്മൾ എന്ത് ചെയ്യണം, വ്യായാമം ചെയ്യണം. ഈ രാവിലെ ഓടാൻ പോകുന്നവരുടെ ഒക്കെ കാര്യമൊക്കെ എന്താണ്, അതൊക്കെ നല്ലത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ? ഓട്ടം നല്ലത് തന്നെ, കാർഡിയോ വർക്കൗട്ടാണ് ഓട്ടം എന്നുള്ളത്. ഇപ്പൊ പലരുടെയും വിചാരം ഇപ്പോൾ ഓട്ടം എന്നുള്ളത്, ഓട്ടം ഓടുന്ന ആളുകൾ സ്ട്രെങ്തനിങ് വർക്കൗട്ട് ചെയ്യേണ്ടെന്നും സ്ട്രെങ്തനിങ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഓട്ടം ഓടണ്ടെന്നുമാണ് ചിന്തിക്കുന്നത്. ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള വർക്കൗട്ടാണ്. ഇപ്പോൾ കാർഡിയോ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് പവർ കൂട്ടുന്നത് ഒരു വർക്കൗട്ടാണ്. അതിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് പുറന്തള്ളപ്പെടുന്നുണ്ട്. സ്ട്രെങ്തനിങ് വർക്കൗട്ട്, ഭാരം ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ട്, അതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ. ഭാരം ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ടിൽ അത് നമ്മുടെ പേശികൾക്ക് ബലം വെക്കാൻ സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കലോറിയും തള്ളപ്പെടുന്നുണ്ട്. പലരും ഭാരം കുറക്കുന്നതിന് വേണ്ടി കൂടുതൽ ഓടുക ചാടുക ഇതാണ് ചെയ്യാറ്. പക്ഷേ അവർക്ക് പിന്നീട് മുട്ടുവേദന, പുറം വേദന ഒക്കെ തുടങ്ങുന്നുണ്ട്. അത് മസിൽ പേശികളുടെ പവർ, ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ആ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെഷീൻസുകളിലൊക്കെ
വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കാർഡിയോളജി അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വർക്കൗട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഹൃദയപരം സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നതിന് ശേഷം ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്തതിൽ കാര്യമുണ്ടോ? ഇല്ല, ഇപ്പം നമ്മൾ പലരും വ്യായാമങ്ങൾ ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഡോക്ടർ നിർദ്ദേശിച്ചതിന് ശേഷം. അതെ, അതുവരെ അതിനെ പറ്റി ഒരു ബോധമില്ല. അപ്പൊ അവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഒരു കയ്യിൽ ഇത്ര മെഡിസിനും ഉണ്ടാവും, പിന്നെ ഡോക്ടർ പറഞ്ഞ ചെറിയ രീതിയിൽ വ്യായാമങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു പോയി എന്ന് പറയാണ്. പക്ഷെ നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനാണ്. ഹൃദയ സംബന്ധമായി ഇപ്പോൾ ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ബ്ലോക്ക് ഉണ്ട്, അത് വ്യായാമം കൊണ്ട് മാറ്റാൻ കഴിയില്ല. അത് ഡോക്ടറെ അടുത്ത് പോയിട്ട് അവർ റെഡിയാക്കണം. എന്നാൽ ബ്ലോക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വ്യായാമത്തിലൂടെ. എങ്ങനെയുള്ള എക്സസൈസ് ഒക്കെയാണ് അധികം പറഞ്ഞു കൊടുക്കാറുള്ളത്? കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യാം, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ചെയ്യാം. ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് ഭാരം കുറയ്ക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഓടിയ പോലെ, ചിലരൊക്കെ നടക്കാറുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. നടക്കുന്നത് നല്ലതല്ലേ ശരിക്കും? നടക്കുന്നത് നല്ലതാണ് പ്രായം കൂടിയവർക്ക്. അതായത് ഒന്നും ചെയ്യാൻ വയ്യ, അവർക്ക് നടക്കാം. എന്നാൽ ഈ യുവാക്കളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അവർ വയറ് കുറയാനും വേണ്ടിയാണല്ലോ ഈ നടക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. കാരണം ഈ മധുരവും എണ്ണയും റൈസും കഴിച്ചിട്ട് ചെറിയ രീതിയിലുള്ളൊരു വ്യായാമം ചെയ്തതുകൊണ്ട് കലോറി പുറന്തള്ളപ്പെടും. അവർ വർഷങ്ങളോളം നടക്കുന്നത് കാണാം. ചിലരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നടന്നാൽ മാത്രം പോരാ, കുറച്ച് വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒന്ന് ഓടാനെങ്കിലും ശ്രമിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ ചിലരത് ഉൾക്കൊള്ളും, ചിലരത് തട്ടിക്കളയും. ശരി, ഈ നടക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വേർത്തിട്ട് തന്നെ നടക്കണ്ടേ, അല്ലാതെ വെറുതെ കൈയും വീശി നടന്നിട്ട് കാര്യമില്ലല്ലോ. 1 മണിക്കൂർ ഞാൻ നടന്നിട്ട് വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. കൂടുതൽ ഫാറ്റ് ശരീരത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ കൊണ്ട് വലിയ ഉപകാരമില്ല. എന്നിരുന്നാലും നമ്മൾ അതിനെ എതിർത്ത് പറയാത്ത അതെങ്കിലും അവർ ചെയ്തോട്ടെ എന്ന് എഴുതിയിട്ടാണ്. അത് ശരി. പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടോ? അതൊക്കെ എങ്ങനെയാണ് സാധാരണ പറഞ്ഞു കൊടുക്കാറ്? സാധാരണ ഇപ്പോൾ ഞാൻ സ്ത്രീകൾ മാത്രമായി പറഞ്ഞ പുരുഷന്മാരും ഇപ്പം അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് ചോദിക്കും, ഇപ്പോൾ തടി കുറയാനാന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ ഭാവിയിൽ വരുന്നുണ്ട്. അപ്പം അവരോട് നമ്മൾ പറയാം അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്യില്ല, അത് ഉൾക്കൊള്ളില്ല. കാരണം നമ്മളെ ശരീരം എങ്ങനെ തടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ. തടി കൂടിയത് എങ്ങനെ? അത് മധുരം എണ്ണയും റൈസും അമിതമായി കഴിച്ചത് കൊണ്ടാണ് തടി കൂടിയത്. അല്ലാതെ ഒരു വ്യക്തി ചിക്കൻ കഴിച്ചത് കൊണ്ടോ മീന് കഴിച്ചത് കൊണ്ടോ അല്ല. അപ്പൊ കലോറി കൂടിയ ഭക്ഷണം കുറച്ചാൽ മതി. പലരും എന്താ ചെയ്യുക, പാടെ ഭക്ഷണം കട്ട് ചെയ്യാണ്. ഇപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് എത്തേണ്ടതാണ്. ഉച്ച സമയത്ത് കഴിച്ച് രാവിലെ കഴിക്കുന്ന ആളുടെ ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തിനൊക്കെയാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. തലച്ചോറിന്റെ പ്രവർത്തനത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം. ഹൃദയ സംബന്ധമായിട്ട് പവർ കൂട്ടാൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം. മസിൽ പേശികളുടെ പവർ ഉണ്ടാക്കാൻ എന്ത് വേണം? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം. അതുപോലെ നമ്മളെ തൊലിയെ സംരക്ഷിക്കുന്ന എന്താണ്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. അതുപോലെ നമ്മുടെ ദഹനത്തിന് വേണ്ടത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ. അപ്പൊ ആ ഒരു ദിവസം ഇതൊന്നും കഴിക്കാതെ ആ വ്യക്തി എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പൊ അതാണ് പറഞ്ഞത്, ശരീരത്തിൽ വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടാവണം തടി കുറയ്ക്കണം. അതിനെപ്പറ്റി നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് അല്ലെ, ഇന്ന പ്രൊഡക്റ്റ് കഴിച്ചത് കൊണ്ട് ആ ലേഡി ശരിക്കും നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ മതി. എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് വന്നു? ഭക്ഷണം കഴിച്ച് നമ്മൾ അതിനനുസരിച്ച് പ്രവൃത്തിയൊന്നും ചെയ്യാത്തതുകൊണ്ട് തടി കൂടി അല്ലേ. ഒരു പ്രൊഡക്റ്റ് കഴിച്ചാൽ ഇത് പോകുന്നുണ്ടെങ്കിൽ എന്താ അതിശയായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ പലരുടെയും വിചാരം ഇന്ന പ്രൊഡക്റ്റുകളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഫാറ്റ് ആണെന്നാണ്. അല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മസിൽസും അതിൽ നിന്ന് പോകുന്നുണ്ട്. ആ മസിൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങളാണ്. കാരണം നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നത് ഈ മസിൽസാണ് അല്ലേ. ചെറുപ്പം മുതലേ നമ്മുടെ ശരീരത്തിൽ എല്ലുണ്ട് അല്ലേ. 18, 19, 20 വയസ്സിലൊക്കെ നമ്മുടെ ശരീരത്തിൽ എല്ലുണ്ട്. ആ എല്ല് തന്നെ 40 വയസ്സുള്ള നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ സാർക്കോപീനിയ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നു? അതായത് സ്ട്രെങ്ത് ഉള്ള വ്യക്തി പയ്യെ 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 വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആവുന്നതല്ലേ. അത് മസിൽ പേശികളുടെ ബലക്കുറവ് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയ്യാത്തൊരു രീതിയിലേക്ക് മാറും. ഇപ്പം നമ്മളൊക്കെ പറയാറില്ലേ, യൂറോപ്യൻസൊക്കെ ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ
എത്ര പ്രായമുള്ളവരൊക്കെ ഉണ്ട്. 80-90 വയസ്സിൽ അവർ മിഡിൻ ടോപ്പൊക്കെ ഇട്ട് ടൂർ പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അവരൊക്കെ ഈ സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നന്നായി വെയിലും ഉള്ളു, അതൊക്കെ അതിന്റെ ഒരു ഭാഗമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. പക്ഷെ നമ്മള് തൊലി കറക്കും എന്നുള്ള രീതിയിലൊക്കെ മാറി നിൽക്കുന്ന എത്ര പേരുണ്ട്. ഞാൻ അങ്ങനെ ഒരാളോട് ചോദിച്ചു, വിറ്റാമിൻ ഡിയുടെ കുറവൊക്കെ ഉള്ള സമയത്ത് ഒന്ന് വെയിൽ കൊണ്ടുകൂടെ? അത് കുറഞ്ഞാലും വേണ്ടില്ല, വെയിൽ ഞാൻ കൊള്ളൂല. വെറുതെ കിട്ടുന്ന സാധനമാണ്, സൂര്യൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്നതാണ്. എന്നിട്ട് അത് ഏൽക്കാൻ വയ്യാതെ കാശ് കൊടുത്ത് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ ഈ പണ്ടുള്ള ആളുകൾ ആരോഗ്യമുള്ള ആളുകളായിരുന്നു നമ്മൾ പറയാറില്ലേ? അത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അവര് വെയിൽ കൊള്ളും, അവര് ഭക്ഷണം അവരൊക്കെ റൈസ്, അന്ന് എന്ത് ഭക്ഷണ ക്രമീകരണം ഉണ്ടായിരുന്നു? നിങ്ങൾ അരി ഭക്ഷണം കഴിക്കണ്ട എന്ന് ആരോടെയും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അവര് രാവിലെ പാടത്തോ പറമ്പിലോ പോയി ജോലി ചെയ്യും, അവർക്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് വരുന്നില്ല, ഒന്നും വരുന്നില്ല. എല്ലാം കൂടെ ഒരു കലത്തിലിട്ടിട്ടാണല്ലോ കഴിക്കുന്നത് അല്ലേ? പിന്നെ ഭക്ഷണവും കുറവായിരുന്നു അല്ലേ? നമ്മളെ അമ്മമാരൊക്കെ പറയാറുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി ഭക്ഷണം കിട്ടിയാൽ ആയി. അപ്പൊ ആ രീതിയിലൊക്കെയാണ് അവര് ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാം മാറി മറിഞ്ഞില്ലേ? പക്ഷെ അപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എപ്പോഴും മനുഷ്യന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. നിന്നുകൊണ്ടിരിക്കുന്ന സമയത്തും മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല, എന്ത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ടാണോ? നമ്മുടെ ജില്ലാ കലക്ടറൊക്കെ ഇപ്പൊ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു, നെല്ലിക്ക. ആ നെല്ലിക്ക പദ്ധതി നമ്മുടെ മലപ്പുറം ജില്ലയിൽ വരാൻ കാരണം അത്രയധികം രോഗികൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉള്ളത് കൊണ്ടാണ്. ഡയബറ്റിക്, സൈക്ലിങ്ങും അതുപോലെ നീന്തൽ, അതൊക്കെ നല്ലൊരു എക്സസൈസ് അല്ലേ? തീർച്ചയായിട്ടും അത് കാർഡിയോ എക്സസൈസ് ആണ്. അപ്പോഴും നമ്മൾ അതിന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സൈക്കിളിൽ ഇപ്പൊ ഗിയറുള്ള സൈക്കിൾ ഉണ്ടല്ലോ, അത് വളരെ സ്മൂത്ത് ആയിട്ട്, ഇന്നത്തെ റോഡൊക്കെ വളരെ സുഖകരമായിട്ടുള്ള റോഡാണ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് വളരെ സുന്ദരമായിട്ട് പോകുന്ന ആളുകളെ കാണാം. അപ്പോൾ അത് നടത്തം പോലെ തന്നെയാണ്, വലിയൊരു വ്യായാമമായിട്ട് കാണണ്ട. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, കുറച്ച് പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനം ഉണ്ടാവും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കത് ചെയ്യണം എന്ന് തന്നെ മനസ്സ് തോന്നിയാലേ ഞാനത് ചെയ്യുള്ളൂ. അപ്പോൾ താങ്കളൊരു സൈക്കോളജിസ്റ്റും കൂടെയാണ്. അപ്പോൾ എങ്ങനെ ഒരു വ്യക്തിനെ, ഇപ്പോൾ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ വരികയാണ് നിങ്ങളുടെ ജിമ്മിൽ, അപ്പോൾ എന്നെ ഫസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇവർക്ക് എന്തൊക്കെ വർക്കൗട്ട് കൊടുക്കാൻ പറ്റും, ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ് എങ്ങനെ? രണ്ട് രീതിയിൽ ആളുകൾ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യാറുണ്ട്. ഒന്ന്, ഒരാളുടെ കൂടെ. ഇപ്പൊ ഞാനും നിങ്ങളും ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വിളിക്കുകയാണ്, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, ഞാൻ നിങ്ങളെ കൂടെ വരികയാണ്. അവരെന്ത് ചെയ്യും? ഒരു 10-12 ദിവസം ആകുമ്പോൾ അവസാനിപ്പിച്ചു പോകും. ചിലപ്പം ഈ വന്ന ആളെ കൂടിയാണ് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഒരിക്കലും മറ്റുള്ളവരെ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയെയും കൊണ്ട് വരരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. നമ്മുടെ നാട്ടിൽ 9 സ്വഭാവ രീതികളുണ്ടെന്നാണ് പറയാം. അപ്പോൾ 9 സ്വഭാവ രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളോ എന്നെ നടക്കണം എന്നില്ല ഈ ലോകത്ത്. ചിലരൊക്കെ ആ രീതിയിലാണ് വിഷമിക്കുക. അപ്പുറത്തുള്ള ആളുകൾക്ക് കുറേ ക്യാഷ് ഉണ്ട്, നമുക്കതില്ല ഇതില്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്നാൽ അവനില്ലാത്ത എന്തെങ്കിലും നമുക്കുണ്ടാവും, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഫിറ്റ്നസ് സെൻ്ററിൽ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയട്ടോ, ഞാനത് ആരോടും പറയൂല, അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഞാൻ നൽകും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തിയെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു സാന്ത്വനം നൽകിക്കൊണ്ട് ആ ജിമ്മിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെന്ത് ചെയ്യും? ഫിസിക്കൽ ആക്ടിവിറ്റീസ്ക്ക് തയ്യാറാവും. അല്ലെങ്കിൽ അവരതിന് തയ്യാറല്ല, അവർ 6 ദിവസമാകുമ്പോൾ അവസാനിപ്പിച്ചു പോകും. അപ്പോൾ ആ ഒരു സാന്ത്വനം നമ്മൾ നൽകുമ്പോൾ പിന്നീട് ഈ വർക്കൗട്ടിൻ്റെ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യലുണ്ട്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് ആ വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിലേക്ക് മാറിയിട്ട് പോകുന്ന രീതിയാണ്. അതാണ് ഇപ്പം ഞാൻ ഇവിടെ ചെയ്തു പോകുന്നത്. പ്രണയ നൈരാശ്യം കൊണ്ടൊക്കെ കുറേ പേര് ജിമ്മിൽ വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കും. എനിക്കിപ്പോൾ അടുത്തൊരു കോള് വന്നിരുന്നു, ഒരു 10 ദിവസമായിട്ടുള്ളൂ കോള് വന്നു. അപ്പോൾ എന്താണ്, ഇതന്നെയാണ് പ്രശ്നം സമീറുമായി, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യുക, ആകെ മാനസികമായിട്ട് ഞാൻ തളർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ വാ, നമുക്കതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇന്ന് എൻ്റെ ജിമ്മിൽ 7 മണിയാകുമ്പോൾ ആൾ വരുന്നുണ്ട്. ആളെന്തോ ഓക്കെയാണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ മെന്റലി ഒരു റിക്കവറി കൊണ്ടുവരാൻ ഈ വർക്കൗട്ടിന് സാധിക്കുന്നത്. ഡിപ്രഷനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വർക്കൗട്ടിനെ കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഈ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണോ ശരിക്കും? ഇതൊക്കെ ഡിഫറെൻ്റ് രീതിയിലുള്ളതാണ്. ഇപ്പോൾ ഓടുന്ന ആളുകൾ പറയും
വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർ ഓടുന്നവരും പറയും യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ബ്രീത്തിങ് എക്സസൈസ് ആണ്, അത് വേറെ തന്നെ. സ്ട്രെങ്തനിങ് വേറെയാണ്, കാർഡിയോ വർക്കൗട്ട് വേറെ, എല്ലാം നമുക്ക് വേണ്ടതാണ്. ആഴ്ചയിൽ ഇതെല്ലാം വ്യത്യസ്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണകരമുള്ള സംഗതിയാണ്. നിങ്ങളുടെ ജിമ്മിലാണെങ്കിൽ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള എക്സസൈസ് അങ്ങനെ കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കാർഡിയോ വർക്കൗട്ടുകൾ, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ, അതുപോലെ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും. ഏറ്റവും നല്ലൊരു രീതി ഏതാ? ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് സ്ട്രെച്ചിങ് ആണോ? അങ്ങനെയുണ്ടോ? അല്ല, നമ്മൾ ഒരു ഇപ്പം നിങ്ങൾ എൻ്റെ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ശാരീരിക ക്ഷമത എന്താണെന്നുള്ളത് ഞാൻ നോക്കും. അതിനനുസരിച്ച് പടിപടിയായിട്ടാണ് വർക്കൗട്ട് കൊടുക്കുക. അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ കൂട്ടമായിട്ടൊക്കെ എക്സസൈസ് ചെയ്യുന്നൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ അധികം പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഫിറ്റായിട്ടുള്ള ഒരു സിനിമാ നടൻ ആരാണ്? എല്ലാവരും ഫിറ്റാണ്, പക്ഷേ നമ്മൾ കാണാറില്ലേ ഏതെങ്കിലും ഒരു മൂവിക്ക് വേണ്ടി തയ്യാറാകുന്നവരാണ് പലരും. അത് അവരുടെ രീതി അങ്ങനെയാണ്. ഇപ്പോൾ ഋതിക് റോഷൻ, ഇപ്പോൾ അദ്ദേഹം അത്യാവശ്യം ഫിറ്റായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്, ആ ഒരു രീതിയിൽ തന്നെ പോകാറുണ്ട്. പക്ഷേ മറ്റുള്ളവരൊക്കെ എന്താണ്, ചില സമയങ്ങളിൽ ഫിറ്റ് അല്ലാതെ വരും. അത് അവർക്ക് ചിലപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കും. അപ്പോൾ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അവരെ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ നമുക്ക് കഴിയൂല. അവരതിനനുസരിച്ച് മാറുന്നവരായിരിക്കും. എന്നാലും ഋതിക് റോഷൻ ഓക്കെയാണ്. അദ്ദേഹം ആ ഒരു രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാം ആരോഗ്യമുള്ള ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോവില്ല, അങ്ങനെ പറയുന്ന കേൾക്കാം. പക്ഷെ ഇപ്പൊ അടുത്താണ് നമ്മൾ ആ കൊറോണയുടെ ആ സമയത്ത് ഒരു സിനിമാ നടൻ മരിച്ചു പോയത്. അത് ജിമ്മിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിരുന്ന ഒരു ആക്ടറാണ്. അപ്പൊ അദ്ദേഹമൊക്കെ അങ്ങനെ മരിച്ചു പോയത് അറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ജിമ്മിൽ വരാൻ തന്നെ പേടിയായി തുടങ്ങി. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുമോ, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കണേ എന്നുള്ളതാണ് എല്ലാവരുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നില്ലേ, ഞാനിപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചാൽ നിങ്ങളെ പ്രശ്നമാണോ? അല്ല. ഓരോ മനുഷ്യൻ്റെയും ഒരു സമയമുണ്ട്, ആ സമയത്ത് മനുഷ്യൻ മരണപ്പെടാം. അത് അദ്ദേഹത്തിന്റെ ആ സമയം ജിമ്മിലായി പോയെന്നുള്ളൂ. പിന്നെ ഒരു വ്യക്തി ജിമ്മിലേക്ക് വരുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ അയാൾ കാലാകാലങ്ങളായിട്ട് ജിമ്മിൽ ചെയ്യുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിത രീതി ചെറുപ്പം മുതൽ എങ്ങനെ ആയിരുന്നു, അദ്ദേഹം ഇപ്പൊ എന്തൊക്കെ ചെയ്തു പോകുന്നുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. കാണുമ്പോൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നു, ജിമ്മിൽ നിന്ന് മരണപ്പെട്ടു എന്നുള്ളത്. ഇപ്പൊ ചില ആളുകൾ ഓഫീസിൽ നിന്ന് മരണപ്പെടുന്നു അല്ലെ, പലയിടങ്ങളിൽ നിന്ന് റോഡിൽ നടന്നു പോകുമ്പോൾ മരണപ്പെടുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ആ രീതിയിൽ കണക്കാക്കാൻ പറ്റൂല. ഇപ്പൊ ജിമ്മിൽ കോടിക്കണക്കിന് ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രയോജനം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂല ആളുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മരണപ്പെട്ടാൽ അത് പലരും ഷെയർ ചെയ്യും. അവൻ മരണപ്പെട്ടില്ലേ, പിന്നെ എന്തിനാ അത് നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളാണ് അല്ലെ, പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളുകളുണ്ട് നമ്മുടെ. അങ്ങനെ വന്നു പോവാണ്. ആ സമയത്ത് അയാൾ അത്രയും നല്ല ഫിറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണു എന്ന് കണ്ടപ്പോ എല്ലാവർക്കും ഒരു പേടി സ്വാഭാവികമാണ്. അതുകൊണ്ട് വന്ന ചോദ്യം. അങ്ങനെയുള്ള ആളുകള് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, നമ്മൾ വ്യായാമം ചെയ്യുന്നത് ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ അധികം ശാരീരിക പ്രശ്നങ്ങളില്ലാതാവും, നമ്മൾ സ്ട്രെങ്ത് ആവും, നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയും. എല്ലാ കാര്യവും എന്താണ് പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്കളൊരു മോട്ടിവേറ്ററും കൂടെ ആയതുകൊണ്ടാണ് ആ രീതിയിലും കൂടെ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ എന്താണ്, ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെയാണ്, ഇതിനാണ് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ചില ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, ചില ആളുകൾ അത് തട്ടിക്കളയും. ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്ത രീതിയിലുള്ള ആളുകളല്ലേ, എല്ലാവരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ സ്ത്രീകളിലൊക്കെ അധികം പേരിങ്ങനെ മസിൽസ് കാണുന്ന അങ്ങനെ അധികം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതങ്ങനെ പുരുഷന്മാരിലും സ്ത്രീകളിലും തമ്മിൽ ചിലവരൊക്കെ പുരുഷന്മാർ ചെയ്യുന്ന അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ശ്രമിച്ചു നോക്കുന്നുണ്ട് അതുപോലെ മസിൽ വരണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എത്രയായാലും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഹോർമോൺസിന്റെ വ്യത്യാസങ്ങളൊക്കെ അതിനകത്തൊരു ഭാഗമല്ലേ? തീർച്ചയായിട്ടും അല്ലേ. അതുപോലെ തന്നെ പലരുടെയും വിചാരം, ഇപ്പോൾ ചില ആളുകളൊക്കെ സ്ത്രീകൾ അല്ലേ, ചില സ്ത്രീകളൊക്കെ ജിമ്മിൽ പോവാന്ന് പറയുമ്പോൾ വീട്ടിൽ പറയാൻ നാണക്കേടാണ്, മടിയാണ്. ആരെങ്കിലും അത് അറിഞ്ഞാൽ തന്നെ അവർ പറയും അവളിപ്പോൾ ജിമ്മിൽ പോകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ജിമ്മിൽ പോകുന്ന സ്ത്രീകൾക്ക് മസിൽ ബിൽഡ് ചെയ്യില്ല, ഈസ്ട്രോജൻ ഹോർമോൺ അവരുടെ ശരീരത്തിൽ കൂടുതലുള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ആണുള്ളത്.
ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ട്, പക്ഷെ അത് കുറച്ചേ ഉള്ളൂ. സ്ത്രീകളെ ശരീരത്തിലും അങ്ങനെയാണ്. അപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരുപോലെ വർക്കൗട്ട് ചെയ്താലും സ്ത്രീകൾക്ക് മസിൽ വരില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ, വീഡിയോയിലൊക്കെ കാണാറുണ്ട് മസിലൊക്കെ സ്ത്രീകൾ. അത് സിന്തറ്റിക് ഹോർമോൺ കുത്തി വെക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഓരോ ഗോളുണ്ട്. അവർ ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ള രീതിയിൽ വരുന്നവരാണ്. അല്ലാതെ ഒരിക്കലും സ്ത്രീകൾക്ക് മസിൽ ബിൽഡ്. പിന്നെ കുറേ വർക്കൗട്ട് ഒരു ചെയ്ത് മസിൽസ് ഒക്കെ തൂങ്ങുക അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ദോഷകരമായിട്ടാണ് പിന്നീട് എത്ര ഒരു പ്രായം വരെയൊക്കെയാണോ ഇതിന്റെ ഒരു സമയം എന്ന് പറയുന്നത്? ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളെ ജിമ്മിൽ വരാത്തത് പിന്നീട് ഞങ്ങളെ മസിൽസൊക്കെ തൂങ്ങും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കണം. അപ്പോൾ ജിമ്മിൽ വരുന്ന ആളുകൾ മുഴുവൻ ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾക്ക് പോകുന്നവരല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾക്ക് പോകുന്നവരുണ്ട്, അതിൽ സിന്തറ്റിക് ഹോർമോൺ കുത്തിവെക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ സിന്തറ്റിക് ഹോർമോൺ ശരീരത്തിൽ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ സിന്തറ്റിക് ഹോർമോണിനെ കുറിച്ച് പറയുമ്പോൾ ചേച്ചി എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല. അത് സ്റ്റീറോയിഡ് എന്നുള്ള പേരിൽ പല പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. അത് ശരിക്കും ദോഷമുള്ള സാധനമല്ലേ? അത് ഡോക്ടേഴ്സ് രോഗികൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനും നമുക്ക് ഏത് വർക്കൗട്ടാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാനുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ മസിൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും കൂടുതലായിട്ട്. അവരത് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു പ്രവൃത്തി അവർക്ക് ഈസി ആയിട്ട് ചെയ്യാനും അത് ആരോഗ്യം നൽകും. പക്ഷേ ഇതൊരു സിന്തറ്റിക് ഹോർമോൺ ആണെന്നുള്ള കാര്യം പലരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോണിന് പിന്നീട് ശരീരത്തിൻ്റെ അകത്ത് പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ശരീരം എന്ത് ചെയ്യും? ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ മസിൽ ബിൽഡ് ചെയ്യുന്ന ഒരാളാവും. ഞാൻ സിന്തറ്റിക് ഹോർമോൺ കുത്തി വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മസിൽസ് ഒന്നുകൂടെ വളരും. പക്ഷേ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ സിന്തറ്റിക് ഹോർമോൺ വന്ന് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ദൂഷ്യ ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ഞാൻ ആ സമയത്തെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ അത് പിന്നീട് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറക്കും. അപ്പം നേരത്തെ നല്ല ഉഷാറായിരുന്ന ശരീരം ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുമ്പോൾ എങ്ങനെയാവും ചേച്ചി? കുറച്ച് തൂങ്ങിയ പോലെ ആവില്ലേ? ഇതാണ് ആളുകൾ കാണുന്നതും. അതുകൊണ്ടാണ് ജിമ്മിന് ഇത്രയധികം പേരുദോഷം വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ വേട്ടയാടിയിട്ട് മൃഗങ്ങളെ പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ അടുത്ത് നമ്മൾ ജിമ്മിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ എനിക്ക് ഇഷ്ടത്തിന് പണിയുണ്ട്, ഞാൻ നന്നായിട്ട് അവിടെ അധ്വാനിക്കുന്നുണ്ട്, അപ്പോൾ ആ എക്സസൈസ് തന്നെ പോരെ എനിക്ക്, ഇനി ഞാൻ എന്തിനാ വെറുതെ ജിമ്മിൽ വന്നിട്ട് സമയവും പൈസയും വെറുതെ കളയണേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അധ്വാനവും വർക്കൗട്ടും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? തീർച്ചയായിട്ടും. ഞാനത് പണ്ട് മുതലേ നമ്മളൊരു രീതി പറഞ്ഞുതരാം. അപ്പോൾ അച്ഛനമ്മമാരൊക്കെ ആ ഒരു കുടുംബങ്ങൾ കൂട്ടമായി താമസിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ. അന്ന് ഇഷ്ടം പോലെ പണി അവർക്ക് ഉണ്ടാവും, എന്നാലോ ഭക്ഷണം കുറഞ്ഞ രീതിയിൽ അവർക്ക് ലഭിക്കുള്ളൂ. പക്ഷെ ഇന്നതാകെ മാറിയില്ലേ? ഇന്ന് ജോലി തീരെ ഇല്ല. തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ ജോലി അവർക്കുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായി. അതുപോലെ തന്നെ ഇപ്പോൾ ചേച്ചി എൻ്റെ ജിമ്മിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മെഷീൻ അല്ലേ ഇതൊന്ന് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ പ്രയാസപ്പെട്ടാണ് ആ ഒരു ദിവസം അത് ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്ന് ഒരു മാസത്തോളമായി. പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒന്ന് ചെയ്തു നോക്കുമെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആ ഒരു വർക്കൗട്ട് ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്കെൽറ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? അത് നമുക്കനുസരിച്ച് വലുതാവും, സ്ട്രെങ്ത് ഉള്ളതാവും. പ്രവർത്തിച്ചിട്ടുള്ള എന്ത് ചെയ്യും? അത് ചെറുതായി. അപ്പോൾ നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആ വെയിറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടായിരുന്നു? അത്ര സ്ട്രെങ്ത് നിങ്ങൾക്ക് ആ വീട്ടുജോലിയായിട്ട് പോകുമ്പോൾ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്ത് അത്യാവശ്യം സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടുജോലി എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇളകുന്നുള്ളൂ. ആ ഇളകുന്ന ഭാഗങ്ങൾ തന്നെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്ക് പെയിന് മുട്ടുവേദനയൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ ഫിറ്റ്നസ് സെൻ്ററിൽ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് അനാട്ടമി അനുസരിച്ചാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നത്. ഒരു ദിവസം ഈ വർക്കൗട്ട് ചെയ്താൽ പിന്നെ പിറ്റേ ദിവസം വേറൊരു ഭാഗത്തേക്കാണ് വർക്കൗട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സ്കെൽറ്റൽ മസിൽസൊക്കെ ശക്തിയുള്ളതാവും ചെയ്യും. ബാക്ക് പെയിനോ മുട്ടുവേദനയോ ഒന്നും ഉണ്ടാവില്ല. ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ അതുമല്ല നേരത്തെ പറഞ്ഞ ഒരു ജീവിതശൈലി ഭക്ഷണത്തിൻ്റെ ഒരു കാരണം കൊണ്ടായിരുന്നു നേരത്തെ പീരീഡ്സ് ആവുക. അതിനൊക്കെ പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ അതിലൊക്കെ മാറ്റം വരണമെങ്കിൽ ഒന്നെങ്കിൽ എക്സസൈസ് മസ്റ്റാണ്, ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം,
എല്ലാം മെന്റലി ആൻഡ് ഫിസിക്കലി എല്ലാം ഫിറ്റ് ആയാൽ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇതുപോലെ തന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന പീരീഡ്സിൻ്റെ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം പലർക്കും സ്ത്രീകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാറുണ്ട്. വയറ് ചാടുക, പെട്ടെന്ന് വണ്ണം വയ്ക്കുക, അതിനൊക്കെ എക്സസൈസ് സാധാരണ കൊടുക്കാറുണ്ടോ? ജിമ്മിൽ കൊടുക്കാറുണ്ടോ? അതായത് അവരുടെ ശരീരപ്രകൃതി എങ്ങനെയാണെന്നും അവരുടെ ശാരീരിക ശക്തി എങ്ങനെയാണെന്നും നോക്കിയിട്ടാണ്. മെൻസസ് പീരീഡിൽ തന്നെ പലർക്കും പല രീതിയാണ് അല്ലേ. ചിലർക്ക് വയറുവേദന, തലചുറ്റൽ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നൊരു 3 ദിവസമൊക്കെ അവരോട് വർക്കൗട്ട് ചെയ്യേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം അവരുടെ സ്ട്രെങ്ത് എങ്ങനെ നോക്കിയിട്ട്, അവരുടെ രീതി എങ്ങനെ നോക്കിയിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡോക്ടർ ഓക്കെ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള വർക്കൗട്ടുകളാണ് ട്രെയിനേഴ്സ് നൽകുക. അപ്പോഴും കൃത്യമായിട്ട് ട്രെയിനേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. എന്നാൽ ചില സ്ത്രീകൾ എന്താ ചെയ്യുന്നത്, ഒരു 90 ആകുമ്പോൾ അവർ തടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ തടി കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം പാടെ കട്ട് ചെയ്തുകൊണ്ട് പോവാണ്. അത് ആ കുട്ടിക്കും ദോഷമാണ്. അത് ശരി. അപ്പോൾ അതൊക്കെ ആദ്യമേ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമേ ജിമ്മിൽ ഇതിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഞാനതല്ല പറഞ്ഞത്, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കൂട്ടമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ കാണാം. ആരോഗ്യ കൂട്ടായ്മ ഒരു രീതിയിൽ അതൊക്കെ നല്ലതാണ്. കാരണം വീട്ടിൽ ഇരിക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ട്രെയിനർ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് അനാട്ടമി കാര്യങ്ങളെല്ലാം പഠിച്ചവരായിരിക്കണം അവർക്ക് വർക്കൗട്ട് നൽകേണ്ടവർ. അല്ലാത്ത രീതിയിൽ നമ്മൾ വർക്കൗട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ചാടേണ്ട ആൾ മാത്രമേ ചാടാൻ പാടുള്ളൂ, ഓടേണ്ട ആൾ മാത്രമേ ഓടാൻ പാടുള്ളൂ. ഒരു പ്രഭാതത്തിൽ വന്നിട്ട് കൂട്ടമായിട്ട് എല്ലാവരും ചാടുകയാണ് ഓടുകയാണ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവർ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഇതുപോലെ ഗർഭപാത്രത്തിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, തൂങ്ങുന്നുണ്ട്, കാര്യങ്ങളൊക്കെ. അതൊക്കെ ആ ഒരു സമയത്തല്ല ഉണ്ടാവുക. പിന്നീട് 2, 3, 4 മാസം കഴിയുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ കണ്ടുവരാം. ഞാനെപ്പോഴും പറയാറ്, കൃത്യമായിട്ടുള്ളൊരു വ്യായാമമല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കലാണ് ഉചിതം. ഓക്കെ. അതുപോലെ തന്നെ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ അവർക്കൊക്കെ എല്ലാത്തിനും ഒരു മടിയാണ് അല്ലേ ഇറങ്ങാനായിട്ട്. ഇനി അത് ചെയ്തിട്ട് ഇനി കൂടുമോ, അങ്ങനെയൊക്കെ കുറേ ഓരോ ധാരണകൾ ഉണ്ടാവുമോ വർക്കൗട്ട് അല്ലേ, അത് ചെയ്യാനൊക്കെ ആയിട്ടൊരു മടിയൊക്കെ വരുന്നതും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഷുഗർ, പ്രഷർ, അതൊക്കെയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായിട്ട് എല്ലാവർക്കും കാണുന്ന ഒരു രോഗം എന്ന് പറയുന്നത്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രായമായവർക്ക് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നം. 20, 22, 25 വയസ്സായവർക്കൊക്കെ പ്രശ്നമാണ്. അവരൊക്കെ രാത്രിയൊക്കെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അല്ലേ, കലോറി കൂടിയ ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എണീക്കാൻ പ്രയാസമാണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ചെറിയൊരു കാര്യമല്ല, വലിയ പ്രശ്നങ്ങളാണ്. നേരത്തെ പ്രയോജനത്തിനും വേണ്ടിയിട്ടാണ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് അല്ലേ, ആധുനിക കാലത്ത്. ഇന്ന് ആ ഫാറ്റ് ചെയ്യുന്നത് ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല. PCOD, തൈറോയ്ഡ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ. ഇപ്പോൾ ഫാറ്റി ലിവറൊക്കെ ഗ്രേഡ് 1, 2, 3 ആ രീതിയിലാണ് പോകുക. നമ്മളെ മലയാളികളെയൊക്കെ പ്രത്യേകിച്ച് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് 1, 2 അതാണ്. ഇഷ്ടം പോലെ ആളുകൾക്ക് ഗ്രേഡ് 1, 2 ഉണ്ട്. അപ്പോൾ ഈ ഗ്രേഡ് 1, 2 എന്നൊക്കെ പറയുന്നത് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജാണ്. നമ്മൾ ലിവർ സിറോസിസ് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഗ്രേഡ് 1, 2. കൃത്യമായിട്ട് പറഞ്ഞാൽ വ്യായാമം അതുപോലെ ഭക്ഷണ ക്രമീകരണം ഇതിലൂടെ ഫാറ്റി ലിവറെ ഒന്ന് തുടച്ചു നീക്കാൻ സാധിക്കുന്നുള്ളതാണ്. സാധാരണ ഭക്ഷണം കഴിക്കാൻ തന്നെ രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സോ ചായയോ കഴിക്കും, രാത്രി. പക്ഷെ ഇതിനൊക്കെ ഒരു ടൈമുണ്ട് ഇല്ലേ? 7 മണിക്ക് മുമ്പ് കഴിക്കുക, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കഴിക്കുക, വൈകുന്നേരം 4 മണിയാകുമ്പോൾ കഴിക്കുക, രാത്രി 7 മണിക്ക്. അതായത് എപ്പോഴും പറയും ഇഴജന്തുക്കളാണ് രാത്രി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു 6:30 ആകുമ്പോൾ കഴിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതെ അതെ, നമ്മൾ എപ്പോഴും പറയുന്നത് രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് മന്ത്രിയെ പോലെ, രാത്രി യാചകനെ പോലെ. ഈ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ പോഷകാഹാരങ്ങൾ കൂടുതൽ കഴിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ രാവിലെ ദോശ, ഇഡ്ഡലി ഇങ്ങനെയുള്ളതൊക്കെയാണല്ലോ കഴിക്കുക. അപ്പോൾ ഈ ദോശ, ഇഡ്ഡലി അതൊക്കെ റൈസാണ് അല്ലേ, അരിഭക്ഷണമാണ്. ഈ അരിഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഒരു ഇച്ചിരി എനർജി മാത്രമാണ് നൽകുന്നത്, കൂടുതലായിട്ട് പ്രയോജനം നൽകുന്നില്ല. അപ്പോൾ ദോശയൊക്കെ രാവിലെ കൂടുതൽ കഴിച്ചാലും ഒരു 11:30, 12 മണിയാകുമ്പോൾ നമുക്ക് വീണ്ടും വിശക്കും. എന്നാൽ നമ്മൾ രാവിലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊന്ന് കൂടുതൽ ഉൾപ്പെടുത്തി നോക്കിക്കൊണ്ട്, മുട്ട, ചിക്കൻ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അല്ലേ, കടല, ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ, പോഷകങ്ങളൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരം എന്ത് ചെയ്യൂല, ഒരു 12 മണിയാകുമ്പോൾ വിശക്കൂല. ഇപ്പം ഞാനാണ് വരുന്നതെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ പറഞ്ഞു തരാം? നിങ്ങളെ ഉയരം, ഭാരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു ഡയറ്റ് പ്ലാൻ അല്ല വരിക.
എല്ലാവർക്കും ഒരുപോലുള്ള ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാടെ കട്ട് ചെയ്യുക എന്നുള്ള സിസ്റ്റത്തിലാണ് പോവുക. ഇപ്പോൾ ജിമ്മിലൊക്കെ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ ഭാരം കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങുക. ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള മസിൽസിന് ഭാരമുണ്ട്. അപ്പോൾ ചിലരൊക്കെ വന്ന് ഒരു 90 kg ഉള്ള ആൾ വർക്കൗട്ട് തുടങ്ങി, ഓക്കെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരൊരു 5 kg കുറഞ്ഞു. പിന്നെ അവരുടെ ശരീരം 5 kg കുറയുന്നില്ല, ഒരു 2 kg കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വന്ന് ചോദിക്കും, ഞങ്ങൾ ഇത്രയൊക്കെ വ്യായാമം ചെയ്തിട്ട് ഞങ്ങളത് കൂടുകയാണല്ലോ, കുറയുന്നില്ലല്ലോ. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മസിൽസ് റീസ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. ആ മസിൽസ് വരുമ്പോഴാണ് നമ്മൾ ഷേപ്പുള്ളവരും സ്ട്രെങ്ത് ഉള്ളവരുമായിട്ട് മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഭാരം കുറക്കാൻ വലിയ പണിയൊന്നുമില്ല, പട്ടിണി കിടന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു 5 കിലോന് 10 കിലോനൊക്കെ പെട്ടെന്ന് കുറയും. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മസിൽസ് ആണ് പോകുന്നത്, ഇവർക്കറിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഭാരം തിരിച്ചു വരുന്നതും. ഈ ഷുഗർ പേഷ്യൻസിനാണല്ലോ ശരിക്കും അങ്ങനത്തെ ഒരു വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്? അത് അവരുടെ പേശികളുടെ ബലം കുറയും. ആ പേശികളുടെ ബലം കുറയുമ്പോൾ അവർ മെലിഞ്ഞ പോലെ. അവർക്ക് ബെസ്റ്റ് വർക്കൗട്ടാണ് എന്ത്, സ്ട്രെങ്തനിങ് വർക്കൗട്ട്. എന്നാലും അവർ ഓടുക പോലും ഇല്ല അവർ, കാരണം അവർക്ക് ആ സ്ട്രെങ്ത് കുറവല്ലേ, അവർ നടക്കുക മാത്രമാണ് ചെയ്യുക. എന്നാൽ ഷുഗർ രോഗികൾ ഇപ്പൊ എൻ്റെ ഫിറ്റ്നസ് സെന്ററിൽ തന്നെ ഉണ്ട് 5-8 പേര്. സ്ത്രീകൾ, പുരുഷന്മാരുണ്ട്. എൻ്റെ ലേഡീസ് ഫിറ്റ്നസ് സെന്ററിൽ സ്ത്രീകളുണ്ട്. ഇപ്പൊ പുരുഷന്മാര് എത്ര പേരുണ്ടെന്ന് എൻ്റെ കൂടെ ഇന്ന് വന്നാൽ ഞാൻ കാണിച്ചു തരാം. എത്രയോ പേര് ഡയബറ്റീസ് വന്നിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. ആദ്യം 2 മെഡിസിൻ കഴിച്ചിരുന്ന ആളുകൾ പിന്നീട് 1 മെഡിസിൻ ആക്കി, പിന്നെ ചെറിയ രീതിയിൽ മെഡിസിൻ ആക്കി. ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. ചിലരൊക്കെ എന്ത് ചെയ്യും, വർക്കൗട്ട് തുടങ്ങുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ശാരീരികമായിട്ട് ദോഷം ചെയ്യുന്നുള്ളതാണ്. പല ശാസ്ത്രീയമായ കാര്യങ്ങളും പുറത്ത് നടക്കുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും ഈ കൊറോണക്കൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ വിറ്റുവരവ് ഉണ്ടായിട്ടുള്ളത് ഈ വെൽനസ് പ്രൊഡക്റ്റുകൾക്കൊക്കെ ആയിരിക്കും. കാരണം എന്താണ്, ഇന്ന സംഗതികൾ കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിൽ കൂടുതൽ അവയർനെസ്സും ഉണ്ടായിരുന്നു. ആ കൊറോണക്ക് മുമ്പ് പലരും പ്രതിരോധത്തെ കുറിച്ചോ ഒന്നും അറിയില്ല, വ്യായാമത്തെ കുറിച്ചൊന്നും അറിയില്ല. ആദ്യമൊക്കെ ഇവിടെ നമ്മളിപ്പോൾ മഞ്ചേരിയിലാണല്ലോ, ഇവിടെ 9 ഫിറ്റ്നസ് സെന്റർ ഉണ്ടായിരുന്നു. ഇന്നിവിടെ 16 ഫിറ്റ്നസ് സെന്ററായി. എന്നാലും അവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പലർക്കും കൃത്യമായിട്ടൊരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ ആരോഗ്യമുള്ള ഒരു വ്യക്തി ആവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഉറക്കം ഒക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, എത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൊരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. ആ 7 മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ പലരും മുഖം ചുളിക്കുകയാണ്. കാരണം 4-5 മണിക്കൂറൊക്കെയാണ് ചിലർ ഉറങ്ങുന്നത്. പ്രധാന വില്ലൻ മൊബൈലാണ്. മൊബൈലിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ക്ലോസ് ഓഫ് ആക്കുക എന്നുള്ള രീതിയിൽ നമ്മളത് കാണും അല്ലേ. ഇഷ്ടമുള്ളൊരു ഭാഗം വരുമ്പോൾ അത് 1/2 മണിക്കൂറായിട്ട് നമ്മൾ മാറ്റും. അതിനും ഇഷ്ടമുള്ള കാര്യമാകുമ്പോൾ 2 മണിക്കൂറാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഉറങ്ങുന്നത് 1 മണിക്കായിരിക്കും. പിന്നെ നമ്മൾ അതിരാവിലെ എണീക്കും. ആ ഒരു രീതിയിൽ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യത വളരെ. ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ശരിക്കും നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണല്ലേ ഏതൊരു വ്യക്തിക്കും. ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, രാത്രി ഈ ഒരു മൊബൈൽ അഡിക്ഷൻ്റെ പ്രശ്നം കൊണ്ട് ഭക്ഷണം വരെ കട്ട് ചെയ്യാറുണ്ട്. ചില ആളുകളൊക്കെ ഈ ഒരു രീതിയിൽ രാത്രി വൈകിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ശീലിച്ച് പിന്നീട് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ പോവാറുണ്ട് എന്നുള്ളതാണ്. ഈ വർക്കൗട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എവിടെ നാട്ടിൽ എവിടെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയാലും ഈ വ്ളോഗേഴ്സിനെ കൊണ്ടൊരു തല്ലാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കഴിക്കൂ, ഇങ്ങനെ കഴിക്കൂ, അതുവഴി നമുക്ക് പിന്നെ ആരോഗ്യം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു മനുഷ്യനിലും എത്രത്തോളം എങ്ങനെയാണ് അതൊക്കെ ബാധിക്കുന്നത്? എൻ്റെ ജിമ്മിൽ വരുന്ന ഒരു ഡോക്ടർ പറഞ്ഞു, ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വരെ രോഗി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. വ്ളോഗർ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വ്ളോഗർ ഇത് പറയുമ്പോൾ വ്ളോഗർ ആ രീതിയിലായിരിക്കില്ല അവരുടെ ശരീരം മാറ്റിയിരിക്കുക. എന്നിരുന്നാലും വ്യൂസിന് വേണ്ടി അവരെന്ത് ചെയ്യും, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അത് അശാസ്ത്രീയപരമാണ്. ശാരീരികമായിട്ട് കുറേ അധികം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്താ അതിനെ പറ്റിയിട്ട് അവരൊന്നും ചിന്തിക്കാത്ത എന്നുള്ളതാണ്. ഒരു അത്രയും പഠിച്ചൊരു വ്യക്തി പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ അത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത്.
അപ്പൊ ഈ ഒന്നും ചിലപ്പോ ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും ഇത് പറയുന്നുണ്ട്. അല്ല അത് അങ്ങനെ അതൊരു അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താ വെച്ചാൽ നെഗറ്റീവിനാണ് ആളുകൾ കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു നല്ല കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ആളുകൾ എന്ത് ചെയ്യൂല, അത് ഫോക്കസ് ചെയ്തിട്ട് ഏറ്റെടുക്കൂല. എന്നാൽ നെഗറ്റീവിലൂടെ നമ്മൾ എന്തെങ്കിലും പറയുകയാണ്, എപ്പോഴും എന്താണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണോ അത് ഏറ്റെടുക്കാനാണ് പലരും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ വ്യായാമം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, വ്യായാമം ചെയ്യാതെ എങ്ങനെ ഭാരം കുറക്കാം, അതാണ് അവർ നോക്കി നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരുപാട് മിത്തുകൾ ഇപ്പോൾ ഈ ജിമ്മിലെ വർക്കൗട്ടിനെ പറ്റിയിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ സ്പോട്ട് റിഡക്ഷനെ പറ്റിയിട്ടും പെട്ടെന്ന് നമുക്ക് മസിൽ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് നടക്കാം നമുക്ക് കുറേ ചെറുപ്പക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ദോഷകരമായിട്ടൊക്കെ ബാധിക്കില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ചില ആളുകൾ ജിമ്മിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വയറ് മാത്രം കുറഞ്ഞാൽ മതി എന്ന് പറയും. അതുപോലെ തന്നെ സ്ത്രീകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഭാഗത്തൊക്കെ ഫാറ്റ് കൂടുതലായിരിക്കും, അതുപോലെ എരവണ്ണം കുറച്ച് കൂടുതലായിരിക്കും. പുരുഷന്മാർക്ക് വയറ് ഭയങ്കര വീർത്തിട്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും സ്പോട്ട് ഡിഡക്ഷൻ എന്നുള്ളൊരു സംഭവം ഇല്ല. ഓൾ ബോഡി ഫാറ്റ് ആണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹോർമോൺസ് ഇഞ്ചക്ഷൻ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നില്ലേ? അതൊക്കെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും അതിന് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ഉണ്ടാവും അല്ലേ. നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അതെന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഗതി, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംഗതി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റാണ് കൂടുതൽ ഓടുന്നത്. മനുഷ്യസഹജമായിട്ടുള്ള മടിയെ ചൂഷണം ചെയ്യുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും. അതാണ് പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ച് ഭാരം കുറച്ച് തരാം, നിങ്ങൾ വ്യായാമമൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് അവർ ഭാരം കുറച്ച് കൊടുക്കുമായിരിക്കും, മസിൽ ലോസിലൂടെയൊക്കെ ഭാരം കുറഞ്ഞ് അവർ വലിയ തൃപ്തിയുള്ളവരൊക്കെ ആയി മാറും. പക്ഷേ പിന്നീട് ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവില്ല, വീണ്ടും അവർ പഴയ പോലെ തടിച്ചു വരുന്നത് കാണാം. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഭാരം കുറഞ്ഞാൽ ആരോഗ്യവതിയായി എന്നുള്ളതാണ്. അത് തെറ്റായ ചിന്തയാണ്. മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും ആരോഗ്യം ഉണ്ടാവുമല്ലോ, അവർ ഫിറ്റ് ആയിരിക്കുമല്ലോ അല്ലേ ശരിക്കും. ഇതെന്താന്ന് വെച്ചാൽ 3 ശരീരപ്രകൃതങ്ങളുണ്ട്. എൻഡോമോർഫ് അല്ലേ, ചേച്ചിയുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. മധുരം എണ്ണയും റൈസൊക്കെ കഴിച്ചാൽ തടി കൂടുന്ന ആളുകൾ അല്ലേ. എന്നാൽ അതുപോലെ തന്നെ എന്ത് കഴിച്ചിട്ടും ഭാരം കൂടാത്ത ആളുകൾ അല്ലേ. അപ്പോൾ ഭാരം കൂടുന്ന ആളുകളെ നമുക്ക് എൻഡോമോർഫ് എന്ന് പറയാം. എന്ത് കഴിച്ചാലും ഭാരം കൂടാത്ത ആളുകളെ നമുക്ക് എക്ടോമോർഫ് എന്ന് പറയാം. അപ്പോൾ ഈ ഭാരം കുറഞ്ഞ ആളുകളുടെ വിചാരം ഞങ്ങൾക്ക് എല്ലാം കഴിക്കാമെന്നോ, മറ്റുള്ളൊരു വിചാരം ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചു. അപ്പോൾ ആ ഒരു രീതി തെറ്റായ രീതിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള അവയവങ്ങളൊക്കെ ഒരേപോലെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടു, നമ്മുടെ ഈ നാട്ടിൽ മെലിഞ്ഞ ആളുകൾ എത്ര രോഗികളുണ്ട്. തടി കൂടിയ വ്യക്തിക്കുള്ള അതേ രോഗം മെലിഞ്ഞ വ്യക്തികൾക്ക് കൊളസ്ട്രോളൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ചിന്തിക്കുക ഈ ശരീരത്തിൽ കൊളസ്ട്രോൾ പറയാനുള്ള ആരോഗ്യമില്ല. അതെ 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 അതെ. അപ്പം ഇങ്ങനെയാണ് ശരീരപ്രകൃതത്തിനനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത്. ഒരിക്കലും ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങളാണെങ്കിലും എന്താണെങ്കിലും കൂടുതൽ കഴിക്കാൻ പാടില്ല. കഴിക്കുകയാണെങ്കിൽ അത് ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ വ്യായാമം മെലിഞ്ഞ ആളുകളുടെ വിചാരം വ്യായാമം ചെയ്യേണ്ട എന്നുള്ളതാണ് തെറ്റായ രീതിയാണ്. നമ്മൾ വ്യായാമം ചെയ്യുന്നത് അതാത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആത്മവിശ്വാസത്തോടെ ചെയ്യാനും സ്ട്രെങ്ത് കൂട്ടാനും ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ജീവിക്കാനും. അപ്പോൾ ഇത്രയും നേരം ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു, ഫിറ്റ്നസിനെ കുറിച്ചും ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചും കഴിക്കേണ്ട ഭക്ഷണത്തിനെ കുറിച്ചും എല്ലാം സംസാരിച്ചു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് അറിവുകൾ ഇപ്പോൾ എനിക്കാണെങ്കിലും പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പലർക്കും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.